നമസ്കാരം. വേദാന്ത വൈബ്സിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ വലിയ പവർഫുള്ളായിട്ടൊരു വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത്. ഹനുമാൻ സ്വാമിക്ക് നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തുവാനുള്ളൊരു വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദുപരമായ പൂജകളും പ്രാർത്ഥനകളും വിധിപ്രകാരമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ പ്രശ്നപരിഹാരങ്ങളും വഴിപാടുകളെക്കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനലിലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ ഹനുമാൻ സ്വാമിക്ക് ചെയ്യുന്ന ഒരു വളരെ പവർഫുള്ളായിട്ടുള്ളൊരു വഴിപാടാണ്. ഞാൻ കുറച്ച് പേർക്ക് എന്നെ കൺസൾട്ടേഷന് വരുന്ന കുറച്ച് പേർക്ക് ഞാൻ അമ്പലങ്ങളിലുള്ള വഴിപാടിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് ഹനുമാൻ സ്വാമിയുടെ അമ്പലം അടുത്ത് ഒന്നുമില്ല എന്നൊരു രീതിയിൽ വന്നപ്പോൾ അവർ ചെയ്ത് നോക്കിയിട്ട് അവർക്ക് കിട്ടിയ വളരെ വലിയ പവർഫുള്ളായിട്ടുള്ളൊരു വഴിപാടാണിത്. അത് കുറച്ച് പേർക്ക് അത് വളരെയധികം പെട്ടെന്ന് തന്നെ അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചു. അവരുടെ പ്രാർത്ഥനയും അതിനകത്തൊരു പോയിൻ്റാണ്. അപ്പോൾ ഞാൻ ഓർത്തു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന്. ഈ ഒരു വഴിപാട് നമ്മൾ എന്തിനൊക്കെ വേണ്ടി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കാര്യമാണോ ആവശ്യം, അത് എന്ത് തന്നെയാവട്ടെ, നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമായിരിക്കാം, നിങ്ങൾക്ക് പരീക്ഷയിൽ വിജയം നേടാനാകാം, ജോലി തടസ്സങ്ങൾ മാറാനാകാം, കല്യാണം നടക്കാത്തവരാകാം, കുട്ടികളില്ലാത്തവരാകാം, അതല്ല നിങ്ങൾക്ക് ദാമ്പത്യ പ്രശ്നങ്ങളുള്ളവരാകാം, എന്ത് തന്നെ പ്രശ്നങ്ങളായിക്കോട്ടെ ആ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടാണ് ഇത്. അമ്പലത്തിൽ പോയി ചെയ്യണമെന്നില്ല. നമ്മളുടെ പൂജാമുറിയിൽ ഒരു ചൈതന്യമുണ്ടെന്ന് മനസ്സിലാക്കുക. അത് എന്നും പ്രാർത്ഥിക്കുകയും വിളക്ക് വയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു പൂജാമുറിയിലെ ചൈതന്യത്തിൽ തന്നെ നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം വളരെ പെട്ടെന്ന് തന്നെ നടക്കും. ചിലപ്പോൾ 11 ദിവസം കൊണ്ട് തന്നെ, നമ്മൾ മിനിമം 11 ദിവസമാണ് പറയുന്നത്. 11 ദിവസത്തിനുള്ളിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങളുടെ വലിയ ആഗ്രഹങ്ങളാണ്. ചിലപ്പോൾ ഒരു വീട് വെക്കണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയിലേക്ക് ഒരു ജോലി മാറി വേറൊരു ജോലിയിൽ കയറണം, വിദേശ ജോലിക്കായിട്ട് ഇത് ചെയ്തിട്ട് എൻ്റെ ഒരു ക്ലയൻറ്റിന് അവർ 2 വട്ടം ദുബായിൽ പോയി വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് അവർക്ക് ജോലി ശരിയാവാണ്ട് അവർ തിരിച്ച് നാട്ടിൽ വന്നു. നാട്ടിലുള്ള ജോലിയൊക്കെ റിസൈൻ ചെയ്ത്, നമ്മൾ വിസിറ്റിംഗ് വിസ എന്ന് പറയുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വിസ എടുത്ത് അവിടെ താമസിക്കാൻ പൈസ കൊടുത്ത് നിന്ന്, ആഹാരത്തിന് പൈസ കൊടുത്ത് നിന്ന്, അങ്ങനെ പുള്ളി ഒരു വട്ടം പോയപ്പോൾ 2 മാസം നിന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു, 5-6 മാസം നാട്ടിൽ ജോലി ചെയ്തു. പിന്നെ ഒരു വട്ടം പോയി 1 മാസം നിന്നു. ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ട് തിരിച്ച് നാട്ടിൽ വന്നു. ഇപ്പോൾ ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ചെയ്തതിന് ശേഷം, വഴിപാടുകളൊക്കെ നടത്തിയതിന് ശേഷം പുള്ളി ഇപ്പം പോയിട്ട് 5 മാസമായി. പുള്ളി അവിടെ ജോലി ലഭിച്ചു. പോയി 1 മാസം വിസിറ്റിംഗ് വിസയിലാണ് പോയത്. പോയി 1 മാസത്തിനുള്ളിൽ, 1 മാസത്തെ വിസിറ്റിംഗ് വിസയാണല്ലോ, അത് തീരുന്നതിന് മുമ്പ് തന്നെ ജോലി ലഭിക്കുകയും അവരുടെ ജോബ് വിസയിലേക്ക് മാറുകയും ചെയ്തു. പക്ഷേ നമ്മളുടെ വലിയ ആഗ്രഹങ്ങളാണെങ്കിൽ 11 ദിവസം മാത്രം ചെയ്ത് നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക, ഉറപ്പായിട്ടും നടക്കും. ഇതുപോലെ ആഗ്രഹങ്ങൾ നടന്ന ഒരുപാട് ക്ലയൻസുകൾ എനിക്കുണ്ട്. അതുകൊണ്ട് വിശ്വസിക്കുക, ഉറപ്പായിട്ടും നടക്കുന്നതായിരിക്കും. പിന്നെ ഭഗവാനെ പരീക്ഷിക്കാനുള്ള രീതിയിൽ ഓരോ ആഗ്രഹങ്ങൾ വെച്ചിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയുന്നവരുണ്ട്, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഫലിക്കുന്നില്ല. നമ്മൾ കുറച്ച് ലോജിക്കലും കൂടെ ആയിട്ട് ചിന്തിക്കുക. നമ്മളുടെ കയ്യിൽ 10 പൈസ എടുക്കാനില്ല, ഒരു വീട് വെക്കണം, 11 ദിവസം കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ദിവസം കൊണ്ട് എവിടെയെങ്കിലും വീട് വെക്കാൻ കഴിയുമോ? ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പക്ഷേ ഈ 11 ദിവസം കൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള പല വഴികളും തുറന്നു കിട്ടും. നിങ്ങൾക്ക് സാമ്പത്തികത്തിലേക്കുള്ള വഴികളായിരിക്കാം, ചിലപ്പോൾ മെറ്റീരിയൽസ് വില കുറഞ്ഞ രീതിയിൽ കിട്ടുന്നത്, എന്തെങ്കിലുമൊക്കെ വഴികൾ നിങ്ങൾക്ക് പതിയെ പതിയെ തുറന്നു വന്നിട്ടായിരിക്കും നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നത്. അപ്പോൾ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്യാൻ മാത്രം ഉദ്ദേശിക്കുന്നവർക്കാണ് പറഞ്ഞത്. നമ്മൾ പരീക്ഷിക്കാതെ വിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നടക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകില്ലേ? അപ്പം നിങ്ങൾ പ്രാർത്ഥിച്ച് വഴിപാട് നടത്തിയിട്ട് നടന്ന എന്തെങ്കിലും ഒരു കാര്യം, ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം താഴെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഒരു ഇൻസ്പിറേഷൻ ആവും. ഇത് ഞാനിപ്പോൾ മാത്രം സംസാരിക്കുന്നത് കൊണ്ട് വേറൊരു എൻഗേജ്മെൻറ്റും ഇതിനകത്ത് വരുന്നില്ല അല്ലേ? അപ്പോൾ ആളുകൾക്ക്, കേൾക്കുന്നവർക്ക് അതെത്ര ഇതാണെന്ന് മനസ്സിലാകത്തില്ല. അപ്പം എൻ്റെ കൺസൾട്ടേഷൻ എടുത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. എൻ്റെ കൺസൾട്ടേഷൻ അല്ലാതെ തന്നെയും നിങ്ങളിങ്ങനെയൊക്കെ ഓരോ വഴിപാടുകൾ ചെയ്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ
നിങ്ങൾക്കും അതൊരു ഗുണമാണ്. കാരണം നിങ്ങൾക്ക് ദൈവം തന്നൊരു കാര്യത്തിനെ നിങ്ങൾ മറ്റൊരാളിലേക്ക് എത്തിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കാര്യങ്ങൾ തരും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തി തരും. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ആ പ്രാർത്ഥനയോടുകൂടി വഴിപാടോടുകൂടി നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്കും ഗുണമാണ്, അത് കാണുന്ന വ്യക്തികൾക്ക് അതൊരു ഇൻസ്പിറേഷൻ കൂടിയാകുന്നതാണ്. ഇപ്പം വളരെ പെട്ടെന്ന് ആഗ്രഹങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള വളരെ വലിയ പവർഫുള്ളായിട്ടുള്ളൊരു വഴിപാടാണിത്. ഇത് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ്. അതായത് മാർവാടികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവർ ബിസിനസ്സിൽ അവരെ വെല്ലാനായിട്ട് ആരുമില്ല. മാർവാടികളുടെ കുടുംബത്തിലൊരു കുട്ടി ജനിച്ചാൽ അവർക്കൊരിത്തിരി പ്രായമാകുമ്പോൾ ചിലപ്പോൾ 10 വയസ്സൊക്കെ കാണും, അവർ ചെറിയ ബിസിനസ്സിലേക്ക് തുടങ്ങും. ചെറിയ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പേനകളൊക്കെ വാങ്ങിച്ചിട്ട് റീസെല്ല് ചെയ്യുകയും, ഞാൻ ഈ ഗുജറാത്ത് രാജസ്ഥാനിലൊക്കെ ജോലി ചെയ്തിട്ടും ജീവിച്ചിട്ടുള്ള വ്യക്തിയാണ്. പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ദൈവമേ നമ്മൾ ഇത്രയും പ്രായമായിട്ട് നമുക്ക് ഒരു ബിസിനസ് ഞാൻ പേടിയാണ്. അവർ ചെറിയ രീതിയിൽ ചെറിയ പ്രായത്തിൽ ചെയ്തു തുടങ്ങും. ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നതും അവർക്ക് ആ ഒരു ബലം കിട്ടുന്നതും ഒക്കെ ഈ ഒരു പ്രാർത്ഥനയിൽ കൂടിയാണ്. അവരേറ്റവും കൂടുതൽ ചെയ്യുന്നത് ഗണപതി ഭഗവാന്റെ വഴിപാടുകൾ, ആഞ്ജനേയ സ്വാമിയുടെ വഴിപാടുകൾ, സന്തോഷി ദേവി, ദുർഗാദേവിയുടെ വഴിപാടുകളൊക്കെയാണ്. പിന്നെ നമ്മളുടെ ഒരു പ്രത്യേകത, നമ്മൾ ഈ സൗത്ത് ഇന്ത്യൻസിൻ്റെ പ്രത്യേകത, നമ്മൾ വീടുകളിൽ പൂജ ചെയ്യാറില്ല, അവർ വീടുകളിൽ പൂജ ചെയ്യും. നമ്മൾ വളർന്നു വന്നൊരു കാലം തൊട്ടേ കണ്ടുവരുന്നതാണ് നമ്മൾ വീടുകളിൽ പൂജ ചെയ്തുകൂടാ, അമ്പലങ്ങളിലെ പൂജ ചെയ്യാവൂ, നമ്മൾ വീടുകളിൽ പൂജ ചെയ്താൽ ചൈതന്യം വരും, ചൈതന്യത്തിനെ നമ്മൾ അതിനനുസരിച്ച് നോക്കണം. അതൊക്കെ എനിക്കറിയില്ല. അതിനകത്ത് ചിലപ്പോൾ എന്തൊക്കെയോ പണ്ട് കാലം തൊട്ടേ നമ്മളിലേക്ക് തെറ്റിദ്ധരിക്കപ്പെട്ടതായിരിക്കാം. വിഗ്രഹാരാധന എന്ന് പറയുന്നത് വീടുകളിൽ ചെയ്യരുതെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ നമുക്ക് വീടുകളിൽ നമ്മളുടേതായ രീതിയിൽ നമുക്ക് പൂജ ചെയ്യാവുന്നതാണ്. നമ്മളുടെ നോർത്ത് ഇന്ത്യൻസിനൊക്കെ നോക്കുക, എല്ലാവരും അവർക്ക് എല്ലാത്തിനും പൂജയാണ്. ഹോളിക്ക് പൂജ, അതുപോലെ തന്നെ കറുവാ ചൗത്തിന് പൂജ, എങ്ങനെ ഒരുപാട് എല്ലാ കാര്യം അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം അവർക്ക് പൂജയാണ്. തിങ്കളാഴ്ച വ്രതം എടുക്കുന്ന ഭർത്താവിന്, ചൊവ്വാഴ്ച വ്രതം മക്കൾക്ക്, ബുധനാഴ്ച വ്രതം, മിക്കവാറും ഒക്കെ ഉള്ള ദിവസം അവർക്ക് വ്രതങ്ങളും പൂജകളുമാണ്. നമ്മൾ ഈ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമുക്ക് വിദ്യാഭ്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഭൂമിയിലുള്ള പലതിനെ എതിർത്ത് നിൽക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മളിതിനെ ഒന്നും അംഗീകരിക്കില്ല, ഇതൊക്കെ പൊട്ടത്തരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കുന്നത് കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഒന്നും നേടുന്നില്ല. പക്ഷേ ഇതൊക്കെ എന്തായാലും ഇതിനൊക്കെ വിശ്വസിച്ച് പൂജിക്കുന്നവരൊക്കെ അവരുടെ ജീവിതത്തിൽ നല്ല രീതിയിലേക്ക് പോകുന്നുണ്ട്. പിന്നെ എന്തിനാണ് നമ്മളിതിനെ പൊട്ടത്തരമാണെന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നത്? മറ്റുള്ളവർക്ക് നല്ലത് ലഭിക്കുന്നൊരു കാര്യം മിക്കവാറും ഞാൻ കാണാറുണ്ട്. ഈ ഗ്രൂപ്പിലും എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലായാലും ഈ വീഡിയോയുടെ തഴക്കം വന്നിട്ട് നെഗറ്റീവ് കമൻ്റ് ഉണ്ട്. നിങ്ങൾ എന്ത് പൊട്ടത്തരമായി കാണിക്കുന്നത്, നിങ്ങൾ എന്തായി ലോജിക്കില്ലാതെ പറയുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തെങ്കിലും നേടിയിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് നേടിയിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്, ഇപ്പോഴും നേടുന്നുണ്ട്. ഭഗവതിയുടെയും ഭഗവാന്റെയും അനുഗ്രഹം കൊണ്ട് ഇപ്പോഴും ഞാൻ നേടുന്നുണ്ട്. എൻ്റെ ബിസിനസ്സുകൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. എൻ്റെ ജോലി, ഞാനിപ്പോൾ വിദേശത്ത് സെറ്റിൽഡാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ നേടിയിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ ദാരിദ്ര്യത്തിൽ വന്നിട്ട് പറയുകയല്ല എന്നും പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദാരിദ്ര്യപരമായ സിറ്റുവേഷനൊക്കെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളിക്കരണ്ടിയും അല്ലെങ്കിൽ സ്വർണ്ണക്കരണ്ടിയും കൊണ്ടൊന്നും വന്ന വ്യക്തിയല്ല. ഞാൻ എൻ്റെ പ്രാർത്ഥനയോട് കൂടിയാണ് എൻ്റെ ജീവിതത്തിൽ ഓരോ ചുവടുകളും നീങ്ങുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഈ 11 ദിവസത്തെ പൂജയിലെ വഴിപാടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഈ 11 ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ കുളിച്ചതിന് ശേഷം മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നോൺ വെജ് ആഹാരങ്ങൾ ഒന്നും കഴിക്കാതിരിക്കുക. അപ്പോൾ ചില വീടുകളിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നോൺ വെജ് കഴിക്കാതെ ജീവിക്കാൻ പറ്റാത്ത ആളുകൾ നമ്മുടെ കുടുംബങ്ങളിൽ കാണും. അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ നോൺ വെജ് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും നിങ്ങളതിനെ രുചിച്ച് നോക്കുകയോ ടേസ്റ്റ് നോക്കുകയോ ചെയ്യാതിരിക്കുക. അതുപോലെ നിങ്ങളതൊക്കെ പാചകം ചെയ്ത് കഴിഞ്ഞ് ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തികൾക്ക് എടുത്തു കൊടുക്കുമ്പോൾ മാത്രം ഒരു പാത്രത്തിൽ എടുത്തു കൊടുത്താൽ മതി. നിങ്ങൾ പിന്നെ ശാരീരിക ശുദ്ധി വരുത്തുക പൂജ ചെയ്യുന്നതിന് മുമ്പിട്ട്. പിന്നെ ഹനുമാൻ ദേവന് വേണ്ടി നമ്മൾ വഴിപാട് നടത്തുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ പവർഫുള്ളാകണമെങ്കിൽ ഈ 11 ദിവസം നിങ്ങൾ ബ്രഹ്മചര്യം ചെയ്യുകയും വേണം. നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ രീതിയിലുള്ള ബന്ധങ്ങളൊന്നും ഈ 11 ദിവസത്തേക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഇത് 11 ദിവസം തുടർച്ചയായി ചെയ്യേണ്ടത് കൊണ്ട് തന്നെ സ്ത്രീകൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ പീരീഡ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കാരണത്താൽ ഇതൊരു ദിവസം മുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളിത് 1 സ്റ്റാർട്ട് ചെയ്യുക. Day 1 ആയിട്ട് തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്.
നിങ്ങൾ പ്രാർത്ഥനയോടെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ഇടയ്ക്ക് തടസ്സങ്ങളൊക്കെ വരുവാനുള്ള ചാൻസുകളുണ്ട്. കാരണം ദൈവം നമ്മളുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ നമ്മളെ പിന്നിലേക്ക് വലിക്കാനായിട്ട് ശ്രമിക്കുന്ന ദുഷ്ടശക്തികളും നമ്മുടെ ഈ ലോകത്തിലുണ്ടെന്ന് മനസ്സിലാക്കുക. അത് ചിലപ്പം മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തതായിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ തന്നെയും ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരുപാട് ദുഷ്ടശക്തികൾ, ദുഷ്ടാത്മാക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുത്താൻ നോക്കും. അങ്ങനെ തടസ്സങ്ങൾ വരുത്താൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഉറപ്പായിട്ടും നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വളരെ നല്ലൊരു രീതിയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടന്ന് മുന്നോട്ട് പോകും. നിങ്ങൾക്കൊരു ഫലം കിട്ടാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ മിക്കവാറും സാധാരണ ഒരാൾക്കാണെങ്കിൽ ഒരു തടസ്സങ്ങളും വരില്ല. പക്ഷെ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, വളരെ പ്രാർത്ഥനയാണ് ജീവിതത്തിൽ ഇത്രയും നാളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടസ്സങ്ങൾ വരുവാനുള്ള ചാൻസുകളൊക്കെ കുറവാണ്. പക്ഷേ നോർമലായിട്ട് തടസ്സങ്ങൾ മിക്കവാറും എല്ലാവർക്കും ഞാൻ കണ്ടിട്ടുണ്ട്, വരാറുണ്ട് എന്തെങ്കിലും രീതിയിൽ. അതിനെ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്ത് എന്തൊക്കെ വന്നാലും നിങ്ങളുടെ പൂജ ചെയ്യും എന്ന് ഉറപ്പിക്കുക. പിന്നെ നമ്മൾ പീരീഡ്സ്, അതേപോലെ വാലായ്മ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നാൽ എന്തായാലും മുടങ്ങും. അപ്പോൾ നിങ്ങൾക്കൊരു യാത്രയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ 11 ദിവസങ്ങളിൽ നിങ്ങളുടെ ഈ വഴിപാടിൻ്റെ സമയത്ത് വീട്ടിൽ കാണും എന്ന് ഉറപ്പ് വരുത്തുക. ഹനുമാൻ സ്വാമിയുടെ വഴിപാടായതുകൊണ്ട് തന്നെ ശനിയാഴ്ച നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ശനിയാഴ്ച ചെയ്യാൻ പറ്റാത്തവർക്ക് ചൊവ്വാഴ്ച അല്ലെങ്കിൽ ട്യൂസ്ഡേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് 11 ദിവസത്തേക്കായിട്ട് 11 വെറ്റിലയാണ് വേണ്ടുന്നത്. ഈ വെറ്റിലയ്ക്കകത്ത് നമ്മളുടെ ആഗ്രഹം എന്താണോ അത് എഴുതണം നമ്മൾ ആദ്യം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒന്നും എഴുതരുത്. കടം തീരണം, എൻ്റെ കുടുംബത്തിലെ കലഹം മാറ്റണം, അങ്ങനെ ഒന്നും എഴുതരുത്. കാരണം നമ്മൾ എന്ത് എഴുതിയാലും ഈ ഇലകൾക്ക് വളരെ പവറുള്ളൊരു ഇലകളാണ്. ചില ഭൂമിയിലെ ചില ഇലകൾ അല്ലെങ്കിൽ ചില ചെടികൾ ഒക്കെ, ചില കല്ലുകളൊക്കെ വളരെ പവർഫുള്ളായിട്ടൊന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഇലയിൽ എഴുതുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ കലഹമാണെങ്കിൽ സന്തോഷകരമായൊരു ദാമ്പത്യം ലഭിക്കണമേ എന്ന് എഴുതുക. കടം മാറുവാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയുടെ കടമാണ്, ഇപ്പോൾ 1 ലക്ഷത്തിൻ്റെ കടമാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ എനിക്കൊരു 2 ലക്ഷത്തിൽ, ഇത്ര എഴുതാൻ സ്ഥലം കാണത്തില്ല, അപ്പോൾ 2 ലക്ഷം രൂപ എനിക്ക് എങ്ങനെയെങ്കിലും തരണമേ എന്ന് എഴുതുക. അല്ലാതെ കടം എന്നുള്ള വാക്കുകളോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളോ ദുരിതങ്ങൾ ഒന്നും അതിനകത്ത് എഴുതരുത്. നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടുന്നത് അതാണ് എഴുതേണ്ടത്. ഈ വെറ്റിലയിൽ ഒരു രൂപ നാണയം വെച്ച് ഈ വെറ്റിലയിൽ ആഗ്രഹം എഴുതിയതിന് ശേഷം 1 രൂപ നാണയം വെച്ച് ഹനുമാൻ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിങ്ങളത് കയ്യിൽ പിടിച്ചൊരു ദക്ഷിണ പോലെ കയ്യിൽ പിടിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഭഗവാന്റെ കാൽക്കലേക്ക് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിനെ നിങ്ങൾക്ക് ധ്യാനിക്കാവുന്നതാണ്. ഇത് 11 ദിവസവും ചെയ്യണം. ഈ ഓരോ ദിവസവും ചെയ്യുന്ന വെറ്റില അവിടുന്ന് മാറ്റേണ്ടതായിട്ടില്ല. ആ 1 രൂപ നാണയം മാത്രം ഒരു ചെറിയ തട്ടത്തിലേക്ക് ഇട്ട് വെക്കുക. എന്ന് വെച്ചാൽ അത് വേറെ ഒന്നിനും നമ്മൾ ഉപയോഗിക്കരുത്. ആ വെറ്റില 11 ദിവസം കഴിയുമ്പോൾ 11 വെറ്റില വരത്തില്ല. അപ്പോൾ 11ാമത്തെ ദിവസം ഈ 11 വെറ്റിലയും മാലയാക്കി ഭഗവാന് സമർപ്പിക്കുക, ഭഗവാന്റെ ഫോട്ടോയിലേക്ക് ചാർത്തുക. അതിനുശേഷം ഈ ഓരോ ദിവസവും വന്ന 1 രൂപ നാണയങ്ങൾ 11 രൂപയായിട്ട് വരുന്നത് ഒന്നുകിൽ അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ സമർപ്പിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരത്തെ അന്നം, 11 രൂപയ്ക്ക് ഒന്നും കിട്ടില്ല, അതിനകത്ത് കുറച്ചുകൂടി പൈസ ഇട്ടിട്ട് ഒരു നേരത്തെ അന്നം നിങ്ങൾ ആർക്കെങ്കിലും ദാനം ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ആ വെറ്റില മാല അവിടെ കിടന്ന് ഉണങ്ങുമ്പോഴത്തേക്ക് അതിനെ എടുത്ത് നമുക്കൊരു ചെടിയുടെ ചുവട്ടിലിടാം, അതല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിനകത്തേക്ക് കളയാം. ഞാനാണെങ്കിൽ അത് മണ്ണിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്, ചെടിയുടെ മുട്ട. അതായത് ആരും ചവിട്ടത്തുമില്ല, അവിടെ മാലിന്യങ്ങളൊന്നും വരാത്തൊരു സ്ഥലത്തായിട്ട് ഇടുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് ശരീരശുദ്ധിയോടുകൂടി മനഃശുദ്ധിയോടുകൂടി തന്നെ നിങ്ങളിത് ചെയ്യുക. നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹങ്ങളാണെങ്കിൽ പോലും ഹനുമാൻ ഭഗവാൻ അത് നിങ്ങൾക്ക് നേടിത്തരും. ഹനുമാൻ ഭഗവാൻ എന്ന് പറയുന്നത് ഒരു ക്ഷിപ്രപ്രസാദിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതാണ്. വിശ്വാസത്തോടു കൂടി ചെയ്യുക. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് മാത്രമേ ഇതിനകത്തെ എല്ലാ കാര്യങ്ങളും പിടികിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ കുറച്ച് ലാഗായിപ്പോയി, സോറി. Thank you for watching my video. Bye.